അക്കാഡമി PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് സൗരയൂഥത്തെക്കുറിച്ചാണ്. വ്യാഴം അഥവാ ജൂപ്പിറ്റർ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഭ്രമണവേഗത കൂടിയ ഗ്രഹമാണ് വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. അതുപോലെ തന്നെ ഭ്രമണവേഗത ഏറ്റവും കൂടിയ ഗ്രഹമാണ് വ്യാഴം. ഒക്കെയാണോ? എന്താണ്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. അതുപോലെ തന്നെ ഭ്രമണവേഗത ഏറ്റവും കൂടിയ ഗ്രഹമാണ് വ്യാഴം. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വ്യാഴത്തിന് ആവശ്യമായ സമയം 9 മണിക്കൂർ 55 മിനിറ്റാണ്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വ്യാഴത്തിന് ആവശ്യമായ സമയം 9 മണിക്കൂർ 55 മിനിറ്റ് ആണ്. ഒക്കെയാണോ? എന്താണ്? ഭ്രമണവേഗത കൂടിയ ഗ്രഹമാണ് വ്യാഴം. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഒരു ഭ്രമണത്തിന് വേണ്ട സമയം എത്രയാണ്? 9 മണിക്കൂർ 55 മിനിറ്റാണ്. എന്താണ്? 9 മണിക്കൂർ 55 മിനിറ്റ് ആണ്. ഒക്കെയാണല്ലോ. വ്യാഴത്തിൻ്റെ പരിക്രമണ കാലമായ 12 വർഷം ഒരു വ്യാഴവട്ടം എന്നറിയുന്നു. എന്താണ്? വ്യാഴത്തിൻ്റെ പരിക്രമണ കാലമായ 12 വർഷം ഒരു വ്യാഴവട്ടം എന്നറിയുന്നു. ഒക്കെയാണോ? എന്താണ്? വ്യാഴത്തിൻ്റെ പരിക്രമണ കാലം എത്രയാണ്? 12 വർഷമാണ്. ഈ 12 വർഷത്തെ ഒരു വ്യാഴവട്ടം അറിയപ്പെടുന്നു. ഒക്കെയാണോ? വ്യാഴത്തിൻ്റെ പരിക്രമണ കാലമായ 12 വർഷം ഒരു വ്യാഴവട്ടം എന്നറിയപ്പെടുന്നു. ഒരു വ്യാഴവട്ടക്കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാഴഗ്രഹം സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ എടുക്കുന്ന സമയം എന്നാണ്. ഒക്കെയാണോ? വ്യാഴവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വർഷം എന്നാണ്. എന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ പരിക്രമണ കാലം എന്നാണ്. എന്താണ് ഈ പരിക്രമണ കാലം എന്ന് പറഞ്ഞാൽ? വ്യാഴം സൂര്യനെ ഒരു പ്രാവശ്യം വലം ചെയ്യാൻ എടുക്കുന്ന സമയമാണ് എന്ത്? ഒരു വ്യാഴവട്ടക്കാലം. അപ്പോൾ ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് എന്താണ്? വ്യാഴഗ്രഹം സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഒരു വ്യാഴവട്ടക്കാലം. ഒക്കെയാണല്ലോ. 1610 വ്യാഴത്തെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. 1610 വ്യാഴത്തെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. ഒക്കെയാണോ? അപ്പോൾ വ്യാഴത്തെ കണ്ടെത്തിയ വർഷം ഏതാണ്? 1610. ആരാണ് കണ്ടെത്തിയത്? ഗലീലിയോ ഗലീലിയാണ്. ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. ഒക്കെയാണോ? വ്യാഴത്തെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. 1664 വ്യാഴത്തിൽ റെഡ് സ്പോട്ട് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. എന്താണ്? 1664 വ്യാഴത്തിൽ റെഡ് സ്പോട്ട് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. ഒക്കെയാണോ? 1664 വ്യാഴത്തിൽ റെഡ് സ്പോട്ട് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. ആരാണ്? റോബർട്ട് ഹുക്ക്. ഒക്കെയാണോ? അപ്പോൾ 1610 വ്യാഴത്തെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. 1664 വ്യാഴത്തെ റെഡ് സ്പോട്ട് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. ഓക്കെയാണല്ലോ. വ്യാഴം സൂര്യനിൽ നിന്നുള്ള അകലം. വ്യാഴം സൂര്യനിൽ നിന്ന് എത്ര അകലെയാണ്? 5.2 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. എത്രയാണ്? 5.2 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഓക്കെയാണോ? അപ്പോൾ സൂര്യനിൽ നിന്നുള്ള അകലം എത്രയാണ്? 5.2 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. എത്രയാണ്? 5.2 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഓക്കെയാണോ? അപ്പോൾ വ്യാഴം സൂര്യനിൽ നിന്ന് എത്ര അകലെയാണ്? 5.2 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹമാണെന്ത്? വ്യാഴം. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിന് ദിനരാത്രങ്ങളുടെ എണ്ണം പകൽ 5 മണിക്കൂർ, രാത്രി 5 മണിക്കൂർ എന്നാണ്. വ്യാഴത്തിന് ദിനരാത്ര ദൈർഘ്യം എത്രയാണ്? പകൽ 5 മണിക്കൂർ, രാത്രി 5 മണിക്കൂർ എന്നാണ്. ഒക്കെയാണോ? വ്യാഴത്തിൻ്റെ ദിനരാത്രങ്ങളുടെ ദൈർഘ്യം എത്രയാണ്? പകൽ 5 മണിക്കൂർ, രാത്രി 5 മണിക്കൂർ എന്നാണ്. ഒക്കെയാണോ? എത്രയാണ്? പകൽ 5 മണിക്കൂർ, രാത്രി 5 മണിക്കൂർ എന്നാണ്. ഭാരതീയ സങ്കല്പങ്ങളിൽ ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. ഭാരതീയ സങ്കല്പങ്ങളിൽ ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ഏത്? വ്യാഴം. എന്താണ്?
ഭാരതീയ സങ്കല്പങ്ങളിൽ ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. ഓക്കെയാണോ? എന്താണ്? ഭാരതീയ സങ്കല്പങ്ങളിൽ ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. ഓക്കെയാണോ? എന്താണ്? ഭാരതീയ സങ്കല്പങ്ങളിൽ ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. അതുപോലെ തന്നെ സൗരയുദ്ധത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹമാണ് വ്യാഴം. സൗരയുദ്ധത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹമാണ് വ്യാഴം. ഓക്കെയാണോ? എന്താണ്? സൗരയുദ്ധത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹമാണ് വ്യാഴം. ഓക്കെ ആണല്ലോ. ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം. ഓക്കെയാണോ? എന്താണ്? ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം. ഓക്കെയാണോ? ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം. ഓക്കെയാണോ? എന്താണ്? ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. അതുപോലെ തന്നെ ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് വ്യാഴം. ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് വ്യാഴം. ഓക്കെയാണോ? അപ്പോൾ ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും ഭാരം കൂടിയ ഗ്രഹമാണ് വ്യാഴം. ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് വ്യാഴം. ഓക്കെയാണോ? എന്താണ്? ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് വ്യാഴം. ഓക്കെയാണല്ലോ. വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. അതുപോലെ തന്നെ വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗമുള്ള ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗമുള്ള ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗമുള്ള ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിൻ്റെ പാലായന പ്രവേഗം എന്ന് പറയുന്നത് 69.5 km/s ആണ്. 69.5 അഥവാ 59.5 എന്നും പറയും. അപ്പോൾ 59.5 km/s അല്ലെങ്കിൽ 69.5 km/s ആണ് വ്യാഴത്തിൻ്റെ പാലായന പ്രവേഗം. ഓക്കെയാണോ? അപ്പോൾ വ്യാഴത്തിൻ്റെ പാലായന പ്രവേഗം എത്രയാണ്? 69.5 km/s അഥവാ 59.5 km/s ആണ്. ഓക്കെ ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിൻ്റെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് 23.1 m/s² ആണ്. എത്രയാണ്? 23.1 m/s² ആണ്. ഓക്കെയാണോ? വ്യാഴത്തിൻ്റെ പാലായന പ്രവേഗം എന്ന് പറയുന്നത് 69.5 km/s അഥവാ 59.5 km/s. ഇനി വ്യാഴത്തിൻ്റെ ഗുരുത്വാകർഷണ ബലം എത്രയാണ്? 23.1 m/s² ആണ്. എത്രയാണ്? 23.1 m/s² ആണ്. വൻതോതിലുള്ള റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ പുറന്തള്ളുന്ന ഗ്രഹമാണ് വ്യാഴം. എന്താണ്? റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ, വൻതോതിലുള്ള റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളെ പുറപ്പെടുവിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. ഓക്കെയാണോ? എന്താണ്? വൻതോതിലുള്ള റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളെ പുറപ്പെടുവിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിന് ഏകദേശം 79 ഉപഗ്രഹങ്ങളുണ്ട്. അപ്പോൾ വ്യാഴത്തിനാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത്. ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 79 ആണ്. എത്രയാണ്? 79 ആണ്. ഓക്കെയാണോ? 79 ആണ്. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്. വ്യാഴത്തിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്. എന്താണ്? വ്യാഴത്തിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? ഗാനിമീഡ് എന്നാണ്. ഓക്കെയാണോ? വ്യാഴത്തിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്. എന്താണ്? ഗാനിമീഡ്. അതുപോലെ തന്നെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്. അതുപോലെ തന്നെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്. ഓക്കെ ആണല്ലോ.
വ്യാഴത്തിനെയും വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരാണെന്ന് ചെറു സൗരയുധം. വ്യാഴത്തിനെയും വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണെന്ത്? ചെറു സൗരയുധം എന്ന്. ഓക്കെയാണോ? വ്യാഴത്തിനെയും വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരാണെന്ത്? ചെറു സൗരയുധം എന്നാണ്. വ്യാഴത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് ഹൈഡ്രജൻ. വ്യാഴത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് എന്ത്? ഹൈഡ്രജൻ. വ്യാഴത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഗാനിമീഡ്, കാലിസ്റ്റോ, അയോ, യൂറോപ്പ. എന്താണ്? ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? ഗാനിമീഡ്, കാലിസ്റ്റോ, അയോ, യൂറോപ്പ. എന്താണ്? ഗാനിമീഡ്, കാലിസ്റ്റോ, അയോ, യൂറോപ്പ. ഓക്കെയാണോ? എന്താണ്? ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗാനിമീഡ്, കാലിസ്റ്റോ, അയോ, യൂറോപ്പ. എന്താണ്? ഗാനിമീഡ്, കാലിസ്റ്റോ, അയോ, യൂറോപ്പ. അപ്പോൾ ഇത്രയും ഉപഗ്രഹങ്ങളാണ് എന്ത്? ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി വ്യാഴത്തിൻ്റെ പ്രധാന ഉപഗ്രഹങ്ങളാണ് ഗാനിമീഡ്, കാലിസ്റ്റോ, അയോ, യൂറോപ്പ, ഹിമാലിയ, അമാൽത്തിയ, ലഡ, ടീബ്. ഏതൊക്കെയാണ്? അപ്പോൾ വ്യാഴത്തിൻ്റെ പ്രധാന ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഗാനിമീഡ്, കാലിസ്റ്റോ, അയോ, യൂറോപ്പ, ഹിമാലിയ, അമാൽത്തിയ, ലഡ, ടീബ്. ഓക്കെയാണോ? നാസ വ്യാഴത്തെക്കുറിച്ച് പഠിക്കുവാൻ അയച്ച ദൗത്യമാണ് ജൂനോ. നാസ വ്യാഴത്തെക്കുറിച്ച് പഠിക്കുവാൻ അയച്ച ദൗത്യത്തിൻ്റെ പേരെന്താണ്? ജൂനോ എന്നാണ്. എന്താണ്? നാസ വ്യാഴത്തെക്കുറിച്ച് പഠിക്കുവാൻ അയച്ച ദൗത്യത്തിൻ്റെ പേരാണ് ജൂനോ. നാസ വ്യാഴത്തെക്കുറിച്ച് പഠിക്കുവാൻ അയച്ച ദൗത്യമാണ് ജൂനോ. ഗലീലിയൻ ഉപഗ്രഹം ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഗാനിമീഡ്, കാലിസ്റ്റോ, അയോ, യൂറോപ്പ. ഈ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. ആരാണ് ഈ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ കണ്ടുപിടിച്ചത്? ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. അപ്പം ഈ ഗാനിമീഡും കാലിസ്റ്റോയും അയോയും യൂറോപ്പ എന്നീ ഉപഗ്രഹങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉപഗ്രഹങ്ങളെ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് വിളിച്ചത്. സൗരയുദ്ധത്തിൽ വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഉപഗ്രഹമാണ് കാലിസ്റ്റോ. സൗരയുദ്ധത്തിൽ വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഉപഗ്രഹമാണ് കാലിസ്റ്റോ. ഓക്കെ ആണല്ലോ. വലിപ്പത്തിൽ 4-ാം സ്ഥാനത്തുള്ള ഉപഗ്രഹമാണ് അയോ. വലിപ്പത്തിൽ 4-ാം സ്ഥാനത്തുള്ള ഉപഗ്രഹമാണ് അയോ. ഓക്കെ ആണോ? അപ്പോൾ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്, 3-ാം സ്ഥാനത്തുള്ളതാണ് കാലിസ്റ്റോ, 4-ാം സ്ഥാനത്തുള്ളതാണ് അയോ. സൗരയുദ്ധത്തിൽ ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന ഉപഗ്രഹമാണ് അയോ. സൗരയുദ്ധത്തിൽ ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന ഉപഗ്രഹമാണ് അയോ. സൗരയുദ്ധത്തിൽ ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന ഉപഗ്രഹമാണ് അയോ. ഒരു വലിയ സമുദ്രത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്ന വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ് യൂറോപ്പ. എന്താണ്? ഒരു വലിയ സമുദ്രത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്ന വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ് യൂറോപ്പ. ഒരു വലിയ സമുദ്രത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്ന വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ് യൂറോപ്പ. ഓക്കെ ആണല്ലോ. വ്യാഴത്തെ നിരീക്ഷിക്കുവാൻ പയനിയർ 10 പേടകം വിക്ഷേപിച്ച രാജ്യമാണ് അമേരിക്ക. എന്താണ്? വ്യാഴത്തെ നിരീക്ഷിക്കുവാൻ പയനിയർ 10 പേടകം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ഏതാണ്? അമേരിക്ക ആണ്. ഓക്കെയാണോ? വ്യാഴത്തെ നിരീക്ഷിക്കുവാൻ പയനിയർ 10 പേടകം വിക്ഷേപിച്ച രാജ്യമാണ് അമേരിക്ക. വ്യാഴഗ്രഹവുമായി കൂട്ടിമുട്ടി തകർന്ന ധൂമകേതുവാണ് ഷൂമാക്കർ 9. എന്താണ്? വ്യാഴഗ്രഹവുമായി കൂട്ടിമുട്ടി തകർന്ന ധൂമകേതുവാണ് ഏത്? ഷൂമാക്കർ 9. ഏതാണ്? ഷൂമാക്കർ 9 എന്നാണ്. ഓക്കെയാണോ? വ്യാഴഗ്രഹവുമായി കൂട്ടിമുട്ടി തകർന്ന ധൂമകേതുവാണ് ഏത്? ഷൂമാക്കർ 9. വ്യാഴത്തെക്കുറിച്ച് പഠിക്കുവാൻ നാസ വിക്ഷേപിച്ച പേടകമാണ് ഗലീലിയോ. എന്താണ്? വ്യാഴത്തെക്കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച പേടകമാണ് ഗലീലിയോ. ഓക്കെയാണോ? നാസ വ്യാഴത്തെക്കുറിച്ച് പഠിക്കുവാൻ അയച്ച ദൗത്യമാണ് ജൂനോ. വലിയ ചുവപ്പ് അടയാളം കാണപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. വലിയ ചുവപ്പ് അടയാളം കാണപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. ഈ റെഡ് സ്പോട്ട് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ്? റോബർട്ട് ഹുക്കാണ്. ഓക്കെ ആണല്ലോ. റെഡ് സ്പോട്ട് കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. വലിയ ചുവപ്പ് അടയാളം കാണപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. അതുപോലെ തന്നെ വലിയ കറുത്ത പൊട്ടുകൾ കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. വലിയ കറുത്ത പൊട്ടുകൾ കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ.